പത്തരമാറ്റിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിയുടെ അവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വളരെ മോശമായ അവസ്ഥയിൽ തന്നെയാണ് ദേവയാനി ഉള്ളത്. പുറത്തു നിൽക്കുന്ന ജയനും ആദർശും നയനയുമെല്ലാം ദേവയാനിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ അവർ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ദേവയാനിയെ പരിശോധിക്കുന്ന ഡോക്ടർ പുറത്തേക്ക് വന്നത്. ആദർശാണെങ്കിൽ ആകെ ടെൻഷനോടെ എന്താണ് എൻ്റെ അമ്മയ്ക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ടെൻഷനല്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയിൽ പറയാതിരിക്കാൻ പറ്റില്ല. ആ സമയം ജയനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയം ഡോക്ടർ പറയുകയാണ്, നിങ്ങളുടെ ഭാര്യയുടെ ശരീരം ആദ്യമേ വളരെ മോശമായ അവസ്ഥയിലാണ്, പക്ഷെ അതിൻ്റെ കൂടെ മാരകമായ വിഷമാണ് ഉള്ളിലെത്തിയത്. മാരകമായ വിഷം രോഗിയുടെ ഉള്ളിൽ എങ്ങനെയാണ് എത്തിയത് അത് നിങ്ങൾക്കേ പറയാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾക്ക് കഴിയുന്നത് പോലെ ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, പ്രാർത്ഥിക്കുകയല്ലാതെ ഇനിയൊരു വഴിയുമില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ എല്ലാം കേട്ട് നെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് മൂവരും. എന്താ അച്ഛാ ഡോക്ടർ പറഞ്ഞതിൻ്റെ അർത്ഥം? അമ്മ വിഷം കഴിച്ചു എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ആദർശ് ചോദിക്കുമ്പോൾ, എനിക്ക് അറിയില്ലട മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ജയനാണെങ്കിൽ ആകെ തളർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ജയനാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അമ്മയ്ക്ക് എങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചിരിക്കുക എന്നൊക്കെ അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. താൻ നവ്യേച്ചിക്ക് വേണ്ടി കാച്ചി വെച്ച പാല് ആരോ എടുത്ത് കുടിച്ചതും പിന്നീട് വീണ്ടും പാല് കാച്ചിയതെല്ലാം ഞാൻ ഓർത്തെടുക്കുകയാണ്. ഇനി ചിലപ്പോൾ അമ്മയായിരിക്കുമോ ആ പാലെടുത്ത് കുടിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ പാലിൽ എങ്ങനെയാണ് വിഷം കലർന്നത്? അല്ലെങ്കിൽ നവ്യേച്ചിക്കായി താൻ കാച്ചി വെച്ച പാലിൽ ആരെങ്കിലും വിഷം കലർത്തിയോ? നവ്യേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ചെയ്തത് ആരായിരിക്കും? അപ്പച്ചിയോ അബിയോ ആയിരിക്കുമോ? എന്തൊക്കെ ദുഷ്ടത്തരങ്ങൾ അവർക്കുണ്ടായാലും ഇങ്ങനെ ഒരിക്കലും അവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർത്തു നിൽക്കുന്ന സമയത്താണ് നയനയുടെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. താൻ മുൻപ് ഒരു പായസം ഉണ്ടാക്കിയപ്പോൾ അതിൽ അനാമിക എന്തോ ഒരു പൊടി കലർത്തിയതും അതെല്ലാം കൈയോടെ പിടിച്ച നവ്യേച്ചി അനാമികയ്ക്കിട്ട് നല്ല പണി കൊടുത്തതെല്ലാം നയനെ ഓർത്തെടുക്കുകയാണ്. എന്തായാലും ഈ തെറ്റും ചെയ്തത് അനാമിക തന്നെയായിരിക്കും, ഒരു സംശയമില്ല എന്നൊക്കെ അങ്ങനെ നയന ചിന്തിക്കുകയാണ്. അങ്ങനെ തനിക്ക് തോന്നിയ സംശയം ആദർശിനോട് നയന പറയുകയാണ്. ആദർശേട്ടാ, എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ ആ അനാമികയും അവളുടെ അമ്മയും തന്നെയാണ്, അതിനൊരു സംശയവുമില്ല. ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയ പായസത്തിലും അനാമിക എന്തോ ഒരു പൊടി കലർത്തിയിരുന്നു, പക്ഷെ നവ്യേച്ചി അത് കണ്ടുപിടിക്കുകയും അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് അനാമികയും അവളുടെ അമ്മയും തന്നെയായിരിക്കും ഇതിന് പിന്നിൽ എന്നൊക്കെ തനിക്ക് തോന്നിയ സംശയം ആദർശിനോട് പറയുന്നുണ്ട് നയന. ഇത് കേൾക്കുമ്പോൾ ആദർശനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. നയന, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരു ജീവൻ എടുക്കാൻ പോലും മടിയില്ലാത്തവളാണ് ആ അനാമികയും അവളുടെ അമ്മയും. അവരാണ് ഇതിന് പിന്നിലെങ്കിൽ ഞാൻ ഒരിക്കലും അവരെ വെറുതെ വിടില്ല. അമ്മയുടെ കണ്ടീഷൻ ഒന്ന് മെച്ചപ്പെടട്ടെ. ഡോക്ടർ പറഞ്ഞതുപോലെ 24 മണിക്കൂറിനുള്ളിൽ അമ്മയുടെ സ്ഥിതി മെച്ചപ്പെടുമോ എന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞാൽ അവരെ കാണേണ്ടതുപോലെ ഒന്ന് കാണുന്നുണ്ട് ഞാൻ. ഇനിയും എനിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. ഒരുപാട് സഹിച്ചു. ഇത്രയും കാലം അനിയെയും നമ്മുടെ കുടുംബത്തെ ആലോചിച്ചാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. ഇനി ഒരിക്കലും എനിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. നീ നമ്മൾ ക്ഷമിച്ചാൽ ഇതുപോലെ ഇനിയും അവൾ ആവർത്തിക്കും. അതുകൊണ്ട് അവളെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. മുത്തശ്ശനും മുത്തശ്ശിയും ഒന്ന് തിരിച്ചു വന്നോട്ടെ. അതിനുശേഷം ആ കള്ളക്കൂട്ടങ്ങളെ തെളിവ് സഹിതം പിടിച്ച് അനന്തപുരിയിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. അതേസമയം ദേവയാനിയുടെ അവസ്ഥയാണെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇതേ സമയം അനന്തപുരിയിൽ അനാമികയും അമ്മയും വളരെ വലിയ ചർച്ചയിലാണ്. എനിക്ക് പേടിയാവുന്ന അമ്മേ, നമ്മൾ ചെയ്ത തെറ്റ് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈശ്വര, വല്യമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുതേ എന്നൊക്കെ അനാമിക വളരെ പേടിയോടെ ഇങ്ങനെ പറയുകയാണ്. മോളെ, നീ ഒന്ന് പേടിക്കാതെ നിൽക്ക്, അത്ര മാരകമായ വിഷമൊന്നും ആയിരിക്കില്ല എന്നൊക്കെ രേവതി അനാമികയെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ്. അതല്ല അമ്മേ, ഞാൻ പാലിൽ വിഷം കലർത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞതിൽ അല്പം കൂടിയെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വിഷത്തിന്റെ വീര്യം എന്തായാലും കൂടും എന്നൊക്കെ അനാമിക പറയുമ്പോൾ, മോളെ നീ വിഷമിക്കാതിരിക്കേ, നമുക്കൊന്നും അറിയാത്തതുപോലെ തന്നെ നിൽക്കാം. എന്നെയാണല്ലോ എപ്പോഴും അടുക്കളയിൽ കയറാറുള്ളത്. ആ പാല് കാച്ചിയത് അവൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്മായിമ്മയോടുള്ള ദേഷ്യത്തിൽ ആ നയന മനഃപൂർവ്വം വിഷം കലർത്തിയതാണെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാം. അപ്പോഴൊന്ന് സമാധാനമായിരിക്കേ. ഇനി ആരെങ്കിലും ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നാൽ തന്നെ അതിൽ നിന്ന് തലയുയരാനുള്ള വഴിയല്ല അമ്മയ്ക്ക് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. ആ സമയം അഭിയും ജലജയും ആണെങ്കിൽ താങ്കൾ വിചാരിച്ചതുപോലെയൊന്നും നടക്കാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയം അഭി പറയുകയാണ്, എന്നാലേ അമ്മേ, അവൾമാരുടെ ഒരു ഭാഗ്യം നോക്ക്. അവൾമാർക്കിട്ട് എത്ര പ്രാവശ്യം പണി കൊടുക്കാൻ നോക്കി, പക്ഷെ അതൊന്നും നടക്കുന്നില്ലല്ലോ. ഇന്നത്തോടെ അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട് അവളുടെ അഹങ്കാരമെല്ലാം തീരുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇത്രയും വലിയൊരു സന്തോഷം വരുമെന്ന് കരുതിയാണ് ഇല്ലാത്ത കാശുമായിട്ട് അവളെയും കൊണ്ട് ഞാൻ പുറത്തേക്കൊക്കെ പോയത്.
ആ സമയം നവ്യ അതിലൂടെ വരുന്നത് കാണുമ്പോൾ അവർ സംസാരം നിർത്തുന്നുണ്ട്. നവ്യയ്ക്കാണെങ്കിൽ അവരുടെ സംസാരത്തിൽ ചില സംശയങ്ങളെല്ലാം തോന്നുന്നുണ്ട്. അങ്ങനെ നവ്യ അഭിയെ വിളിച്ച് പറയുകയാണ്, അഭി, വല്യമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞ് അഭിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നവ്യ. ഹോസ്പിറ്റലിലെത്തിയ അഭിയും നവ്യയും ദേവയാനിയുടെ അവസ്ഥയെക്കുറിച്ച് ആദർശിനോടും ജയനോടെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷെ ദേവയാനിയുടെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമായി തന്നെ തുടരുകയാണ്. മാരകമായ വിഷം ഉള്ളിലെത്തിയത് കൊണ്ട് തന്നെ ദേവയാനിയുടെ ശരീരമെല്ലാം തളർന്നിരിക്കുകയാണ്. ഇനിയുള്ള കാലം കിടപ്പിൽ തന്നെയായിരിക്കും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ ടെൻഷനിലാണ് ആദർശൻ, നയനയും ജയനും എല്ലാം. പക്ഷെ ഉള്ളിൽ ചെന്നിട്ടാണ് ദേവയാനിക്ക് ഈ അവസ്ഥയിലെത്തിയത് എന്നൊക്കെ കേൾക്കുമ്പോൾ നവ്യയാണെങ്കിൽ ആകെ നടുങ്ങുന്നുണ്ട്. നവ്യ നയനയെ മാറ്റി നിർത്തി ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? വിഷം ചേർത്ത പാല് നിന്റെ അമ്മായിമ്മ കുടിച്ചെന്നോ? നീ എനിക്ക് വേണ്ടി എടുത്തു വെച്ച പാലായിരുന്നില്ലേ അത്? അഭിയും അമ്മയുമായിരിക്കുമോ? അഭിക്ക് 2 ദിവസമായിട്ട് എന്നോട് മുടിഞ്ഞ സ്നേഹമായിരുന്നല്ലോ. അവൻ്റെ അമ്മയുടെയും എല്ലാം പെരുമാറ്റം കണ്ടിട്ട് ഇതിലെന്തോ ഒരു പങ്കുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല നവ്യേച്ചി, എനിക്ക് സംശയം ആ അനാമികയാണ്. ആ അനാമികയും അവളുടെ അമ്മയും. നയന പാല് തിളപ്പിച്ച് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അനാമിക അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നയന കണ്ടിട്ടുണ്ട്. ശരിയായിരിക്കും നയനെ, അവളായിരിക്കും ഇതെല്ലാം ചെയ്തിരിക്കുക. എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യത്തിനാണ് ആ പാല് വല്യമ്മ എടുത്ത് കുടിച്ചത്. അല്ലെങ്കിൽ ഞാനായിരിക്കില്ല ഈ അവസ്ഥയിൽ കിടക്കുന്നത്. അനാമികയും അവളുടെ അമ്മയും വിശ്വസിച്ച് എങ്ങനെയാണ് നമ്മൾ ആ വീട്ടിൽ കഴിയുക? ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല നയനെ. എത്രയും പെട്ടെന്ന് അവളുടെ കള്ളത്തരമെല്ലാം പുറത്തു കൊണ്ടുവന്ന് അവളെയും അവളുടെ അമ്മയും അവിടെ നിന്ന് പുറത്താക്കണം. അത് നവ്യേച്ചി, ഞാൻ ആദർശേട്ടനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടട്ടെ എന്നാണ് ആദർശേട്ടൻ പറഞ്ഞത്. എന്തായാലും ഇത്രയായില്ലേ, കുറച്ചും കൂടി കാത്തിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് നയനയും. നവ്യ എന്തോ ആലോചിച്ചുറച്ച പോലെ അഭയം കൊണ്ട് അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട്. അനാമിക അനന്തപുരിയിൽ എത്തിയ സമയത്ത് ജലജയും അനാമികയും രേവതിയും അവിടെ ഇരിക്കുന്നുണ്ട്. നവ്യ വന്ന ഉടനെ തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹം പോലെ ഒന്നും നടക്കായിട്ടാണോ നിങ്ങൾക്ക് ഇത്ര വിഷമം എന്നൊക്കെ ചോദിക്കുകയാണ്. എല്ലാവരും കൂടി എനിക്ക് എടുത്തു വെച്ച പാലിന് വിഷം കലർത്തിയില്ലേ? അങ്ങനെ പാല് കുടിച്ച് എൻ്റെ കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെടണം. അങ്ങനെ പഴയതുപോലെ ഞാനും നയനയും ശത്രുക്കളാകണം എന്നൊക്കെയല്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. എന്തൊക്കെയാണ് നീ പറയുന്നത്? ഞാൻ നിന്റെ പാല് വിഷം കലർത്തിയെന്നോ? നിന്റെ അനിയത്തി തന്നെയല്ലേ നിനക്ക് പാല് തിളപ്പിച്ച് തരുന്നത്? ഞങ്ങൾ വല്ലപ്പോഴും മാത്രമേ അടുക്കളയിൽ കയറാറുള്ളൂ. ഈ അനിയത്തിയാണ് എപ്പോഴും അടുക്കളയിലുള്ളത്. മാത്രമല്ല നിനക്ക് പാല് തിളപ്പിച്ച് തരുന്നത് നിന്റെ അനിയത്തിയാണ്. ഒരു ബോധവുമില്ലാതെയാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എനിക്ക് സംശയം നിങ്ങൾ 3 പേരെയുമാണ്. പിന്നെ എൻ്റെ ഭർത്താവായ അഭിയെയും. 2 ദിവസമായിട്ട് അവൻ എന്ത് സ്നേഹമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ്റെ ആഗ്രഹം സാധിക്കാത്തത് കൊണ്ട് അവൻ എന്നോട് സ്നേഹം കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ, നിങ്ങൾ എനിക്കിട്ട് വെച്ച പണിയാണിത്. പക്ഷെ എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ഭാഗ്യം കൊണ്ടാണ് ആ പാല് വല്യമ്മ എടുത്ത് കുടിച്ചത്. എന്തായാലും ആദർശേട്ടനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് കരുതി നിന്നോ. വല്യമ്മയെ കൊല്ലാൻ നോക്കി നിങ്ങളെ ആദർശേട്ടൻ ഒരിക്കലും വെറുതെ വിടില്ല. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നാണല്ലോ പറയാറുള്ളത്. കിട്ടേണ്ടത് കിട്ടിയാൽ നിങ്ങളെല്ലാം പഠിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കരുതി നിന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ മുകളിലേക്ക് പോകുന്നുണ്ട്. ആ സമയം ജലജ അനാമികയും രേവതിയെ നോക്കിക്കൊണ്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് ഇവൾമാരുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ആദർശ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾമാരെ ഒരിക്കലും വെറുതെ വിടില്ല. ഈശ്വര, എന്നെ എൻ്റെ മകനെയും രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ജലജയും. എന്നാൽ നവ്യ പറഞ്ഞു പോയ വാക്കുകളെല്ലാം കേട്ട് ആകെ പേടിയോട് നിൽക്കുകയാണ് അനാമികയും രേവതിയും. മോളെ, അവൾ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയത്? ആദർശിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നോ? പാല് വിഷം കലർത്തിയത് നമ്മളാണെന്ന് ആദർശിന് എങ്ങനെ മനസ്സിലാകാനാ? ഈ ആദർശ് കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കുമോ? അതിനെല്ലാം തെളിവുകൾ ആദർശിൻ്റെ കയ്യിലുണ്ടോ? അതുകൊണ്ട് മോള് അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. അവൾ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാവും എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അനാമികയും അവിടെ നിന്ന് പോകുന്നുണ്ട്.